ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ഷിബു മീരാൻ, ഇപ്പോൾ കോടതി എന്തൊക്കെ പ്രതികരിക്കാം, എന്തൊക്കെ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാം എന്നതിലൊക്കെ തീരുമാനമെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ, ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊന്നൊടുങ്ങുന്ന യുദ്ധം, അതിൽ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ CPM അനുവാദം തേടുമ്പോൾ ഇവിടത്തെ കാര്യങ്ങളിൽ വിഷമിച്ചാൽ പോരെ എന്ന പ്രതികരണമാണ് നടത്തുന്നത്. ആ റാലിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കണ്ടാൽ പോരെ? തീർച്ചയായും സ്മൃതി, ഇവിടെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ വിഷയം ഇപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ശരിയാണ്, കോടതികൾ ചില ചോദ്യങ്ങൾ അത്തരത്തിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഹാവ് യു ഗോൺ ദെയർ, വാട്ട് മെറ്റീരിയൽ ഡു യു ഹാവ് അബൌട്ട് ദിസ് 2000, ഇതൊക്കെ ചില ചോദ്യങ്ങളുടെ ഒടുവിൽ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു വെച്ചൊരു കാര്യം, ജഡ്ജി അദ്ദേഹം വാക്കാൽ നടത്തിയ പരാമർശത്തിൻ്റെ ഒരു അവസാന ഭാഗം, ഇഫ് യു ആർ എ ട്രൂ ഇന്ത്യൻ യു വുഡ് നോട്ട് ഹാവ് സേ ദിസ്. നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെ നയിച്ചത് ഈ മുൻവിധിയായിരുന്നു. അവസാനം അതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നു എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയെ രാജ്യസ്നേഹം പൊടിപ്പിക്കാനൊക്കെ BJP ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ പ്രതികരിക്കുന്നത്. കോടതിയോട് ഇവിടെ ആർക്കും ഒരു ബഹുമാനക്കുറവില്ല. ഇനി ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സ്മൃതി. ഒന്നാമത്തേത്, രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നു, അദ്ദേഹം രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നാണ്. സ്മൃതി, നമ്മുടെ കടൽ കടന്ന് ഭീകരവാദികൾ വരുന്നു, കണ്ണിൽ കണ്ടവരെ മുഴുവൻ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് അവർ വെടിവെച്ചു വീഴ്ത്തുന്നു. ഇന്ത്യയുടെ സൈന്യം ആ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നത് ലോകം ക്യാമറ കണ്ണുകളിലൂടെ, ചാനലുകളിലൂടെ വീർപ്പടക്കി നിന്ന് കാണുന്നു. ഞാൻ 2011 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്രോയ് ഹോട്ടലിലൊക്കെ കയറി ഇവർ കണ്ണിൽ കണ്ടവർ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ വരികയാണ്. എന്നിട്ട് ഈ ഭീകരാക്രമണന്മാരെ, രാജ്യത്തിന് അപ്പോഴും ശ്വാസം നേരെ വേണ്ടി കിട്ടിയിട്ടില്ല, നമ്മുടെ ജവാന്മാർ ജീവൻ പണയം വെച്ച് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയണത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് എന്ന്. തീർന്നില്ല കേട്ടോ. 2029 BJP ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ടിൽ ഒരു പരസ്യം കൊടുത്തു. എന്താണ്? ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, പിന്നെന്താണ്, ബ്രൂട്ടൽ ടെറർ അറ്റാക്ക്. ഗവൺമെന്റ് അവസാനം പറഞ്ഞ എന്താണെന്ന് സ്മൃതിക്ക്, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നിട്ടും പരസ്യം അവസാനിച്ചത് സ്മൃതി വിശ്വസിക്കാൻ കഴിയില്ല. വോട്ട് ഫോർ BJP എന്നാണ്. BJPക്ക് വോട്ടുതാ. പെഹൽഗാം ഭീകരാക്രമണ സമയത്തൊക്കെ ഈ രാജ്യത്തെ പ്രതിപക്ഷം കാണിച്ച അന്തസ്സിന് BJP പൂവിട്ട് പൂജിക്കണം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാര്, ഈ നിഷികാന്ത് ദുബൈയുടെയും ഒക്കെ കൂടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഒന്നടങ്കം വന്നിട്ട് ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ഒരേ ഒരു കാര്യം ഇപ്പൊ ഈ 38,000 സ്ക്വയർ കിലോമീറ്ററിന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ. ഈ ഗാൽവാൻ അറ്റാക്കിന് ശേഷം ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് തരാം. ഇന്ത്യയുടെ PMO പുറത്തുവിട്ട പ്രസ് റിലീസ് 43,000 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടു എന്നാണ്. 38,000 കോൺഗ്രസിന്റെ കാലത്ത്, ഞാൻ സമ്മതിച്ചേക്കാം. ബാക്കി 5,000 പോയത് ഇവരുടെ കാലത്താണോ? അപ്പൊ രാഹുൽ ഗാന്ധി പറയുന്ന കണക്കിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഗവൺമെന്റ് പറയുന്ന കണക്കിലും വൈരുദ്ധ്യമുണ്ട്. അത് സത്യസന്ധമായി. ചൈന നമ്മുടെ ഭൂമി കൈയേറിയെങ്കിൽ കൈയേറിയെന്ന് പറയുന്നത് എന്തിനാ കുഴപ്പം? നമ്മളെന്തിനാ ചൈനയുടെ വക്കാലത്ത് എടുക്കാൻ പോകുന്നത്? ഈ ചോദ്യമല്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചത്? അവരിങ്ങോട്ട് കയറിയിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കില്ലല്ലോ, നമ്മളല്ലേ ചോദിക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.